Hi friends, let's continue our activities. നമ്മുടെ ഗ്രാമർ പാർട്ട് ആക്ടിവിറ്റീസ് നമുക്കൊന്ന് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം അല്ലെ. ആക്ടിവിറ്റി 3 അല്ലെ. ഇതിനു മുമ്പുള്ള ഏതൊക്കെയായിരുന്നു? മോഡൽ ഓക്സിലറി അല്ലെ. മോഡൽ ഓക്സിലറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് അല്ലെ. ഓക്സിലറി വെർബ് വെച്ചിട്ട് ചെയ്യുന്ന എസ് ഓർ നോ ക്വസ്റ്റ്യൻസും ഓക്സിലറി വെർബ് ഇല്ലെങ്കിൽ ഡു ഡസ് ഡിഡ് വെച്ച് ചെയ്യുന്ന എസ് ഓർ നോ ക്വസ്റ്റ്യൻസും ആണ് പറഞ്ഞിരുന്നത് അല്ലെ. ഇനി നോക്കാം. റീഡ് ദ ഫോളോയിങ് സെന്റൻസ് ഫ്രം ദ മെമ്മറി. നമ്മൾ അതിൽ നിന്നുള്ള കുറച്ച് സെന്റൻസുകൾ നോക്കാം. ഷൂട്ടിംഗ് ലൊക്കേഷൻ, എവിടെയാണ് ഷൂട്ടിംഗ് ലൊക്കേഷൻ അല്ലെ. ഹൗ ഡിഡ് ദ ടൈഗർ റിയാക്ട് വെൻ ദ കേജ് വാസ് ഓപ്പൺഡ്, കേജ് തുറന്നപ്പോൾ ടൈഗർ എങ്ങനെയാണ് റിയാക്ട് ചെയ്തത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അല്ലെ നോക്കാം. ദ വേർഡ്സ് ഇൻ ബോൾഡ് ആർ ക്വസ്റ്റ്യൻസ്. ഹു, when, why, where, what, which and how are questions. Words normally used to ask questions. They are called WH questions അല്ലെ. ഇതറിയാത്തതല്ല ആരും ഉണ്ടാവില്ല. ഇപ്പൊ നിങ്ങൾ പറയുന്നുണ്ടാവും എന്തിനാ അപ്പൊ ഇതൊക്കെ ഇവിടെ പറയുന്നല്ലേ. ഇത് ഞങ്ങൾ ചെറുപ്പം മുതലേ കേൾക്കുന്നതാണെന്നല്ലേ നിങ്ങൾ പറയാൻ പോകുന്നത്. അത് തന്നെ അല്ലെ. അപ്പോ വ്യക്തമായിട്ടുള്ള ക്വസ്റ്റ്യൻസ്, വളരെ ബോൾഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ WH ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്യും. ഏതൊക്കെയാണ്? ഹൂ, വേർ, വെൻ, വൈ, വേർ അല്ലെ, വിച്ച്, ഹൗ എന്നൊക്കെ പറയുന്ന WH ക്വസ്റ്റ്യൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ? അപ്പൊ എസ് ഓർ നോ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നേരെ നമ്മൾ എവിടെ എത്തി? WH ക്വസ്റ്റ്യൻസ്. ക്ലിയർ? ദെൻ imagine you have an interview with Mr. Satyajit Ray. What questions will you ask? Complete the following conversation. അല്ലെ, ഒരു കോൺവെർസേഷൻ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സത്യജിത്ത് റായിട്ട് ഇവിടെ WH ക്വസ്റ്റ്യൻ ആയിട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കി കാണാനാണ് കേട്ടോ ഈ കോൺവെർസേഷൻ വന്നിട്ടുള്ളത്. നോക്കാം ആൻസർ അല്ലെ. യു ഫ്രം വേർ ഡിഡ് യു ലേൺ ഫിലിം ടെക്നോളജി അല്ലെ. എവിടെ നിന്നാണ് താങ്കൾ ഫിലിം ടെക്നോളജി പഠിച്ചത് അല്ലെ. എവിടെ നിന്നുമാണ് താങ്കൾ ഫിലിം ടെക്നോളജി പഠിച്ചത് അല്ലെ. ദെൻ റൈ, അപ്പൊ ആൻസർ പറയുന്നുണ്ട്. കോൺവെർസേഷൻ ആണല്ലോ അല്ലെ. ഐ ലേൺഡ് ഫിലിം ടെക്നോളജി ഫ്രം ഹോളിവുഡ്. ഐ ലേൺഡ് ഫിലിം ടെക്നോളജി ഫ്രം ഹോളിവുഡ്. ഹോളിവുഡിൽ നിന്നുമാണ് ഞാൻ ഫിലിം ടെക്നോളജി പഠിച്ചത്. ദെൻ യു, ഹു ഹെൽപ്ഡ് യു ദർ. ഹു ഹെൽപ്ഡ് യു ദർ, നിങ്ങൾ ആരാണ് അവിടെ സഹായിച്ചത്? WH ക്വസ്റ്റ്യൻസിനൊക്കെ നോക്കണം കേട്ടോ. ആൻസർ എന്താണ്? മൈ ഫ്രണ്ട് ആൽഫ്രഡ് ഹിച്ച്കോക്ക് ഹെൽപ്ഡ് മീ. ആരാണ്? എന്റെ ഫ്രണ്ട് ആൽഫ്രഡ് ആണ് എന്നെ അവിടെ സഹായിച്ചത്. ക്ലിയർ? ദെൻ ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് അട്രാക്ട് യു ദ മോസ്റ്റ്. എന്താണ് ഏറ്റവും കൂടുതൽ താങ്കളെ അട്രാക്ട് ചെയ്തത്? എന്താണ് അല്ലെ. അഡ്വഞ്ചേഴ്സ് ഓഫ് റിൻ ടിൻ ടിൻ അട്രാക്ട് മീ ദ മോസ്റ്റ് അല്ലെ. ദ റിൻ ടിൻ ടിന്റെ അഡ്വഞ്ചേഴ്സ് ആയിട്ടുള്ളതാണ് എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത്. ദെൻ വാട്ട് വാസ് യുവർ വിഷ്. എന്താണ് താങ്കളുടെ വിഷ് എന്നാണ് ചോദ്യം. ആൻസർ, മൈ വിഷ് വാസ് ടു മേക്ക് എ ഫിലിം ദാറ്റ് ബീറ്റ് ഹോളിവുഡ് അല്ലെ. ഹോളിവുഡിനെ വെല്ലുന്ന ടൈപ്പ് ഒരു ഫിലിം ചെയ്യാന്നുള്ളതാണ്. വൈ ഡിഡ് യു ടേക്ക് സച്ച് എ റിസ്ക് വിത്ത് ടൈഗേഴ്സ്. ടൈഗറിനെ വെച്ചിട്ടുള്ള റിസ്ക് എടുക്കാൻ താങ്കൾ എന്തുകൊണ്ടാണ് താങ്കൾ അങ്ങനെ ഒരു റിസ്ക് എടുത്തത്? ഐ ടുക്ക് സച്ച് എ റിസ്ക് വിത്ത് ടൈഗേഴ്സ് ടു മേക്ക് എ വണ്ടർഫുൾ ഫിലിം. എന്തിനാണ്? എനിക്കൊരു വണ്ടർഫുൾ ഫിലിം ആയിരുന്നു കിട്ടേണ്ടത്, അതുകൊണ്ട് ഞാൻ ടൈഗറിനെ വെച്ച് റിസ്ക് എടുത്തു. ഓക്കെ, ദെൻ ഹൗ ലോങ് ഇറ്റ് ലുക്ക് ടു ഷൂട്ട് ദ ഫിലിം സീൻ. ഓക്കെ, എത്രത്തോളം കാല ടൈം അല്ലെങ്കിൽ എത്രത്തോളം ടൈം എടുത്തു അത് ഷൂട്ട് ചെയ്യാൻ ആ സീൻ എന്നാണ് ചോദ്യം. ഇറ്റ് ടുക്ക് 2 days ടു ഷൂട്ട് ദ സീൻ അല്ലെ. എത്ര ഡേയ്സ് എടുത്തു? 2 days എടുത്തു കേട്ടോ. ഇവിടെയൊക്കെ നമ്മൾ WH ക്വസ്റ്റ്യൻസ് ഇങ്ങനെ എറിഞ്ഞു കളിച്ചിട്ടുണ്ട് മക്കളെ, ഒന്ന് നോക്കണേ. ദെൻ കോസ്റ്റ്, ഹൗ ഫാർ വാസ് നോട്ടൻഗ്രാം ഫ്രം ഹിയർ അല്ലെ. എത്ര ദൂരത്താണ് ആ പ്ലേസ് ഇവിടെ നിന്നും എന്നാണ് ചോദ്യം. നോട്ടൻഗ്രാം വാസ് 20 kilometers away from here. ഇവിടെ നിന്നും 20 kilometers ദൂരെയാണ് അല്ലെ. കോൺവെർസേഷൻ കംപ്ലീറ്റ് എന്തായിരുന്നു യൂസ് ചെയ്തിരുന്നത്? WH ക്വസ്റ്റ്യൻസ് ആയിരുന്നു അല്ലെ. എവിടെ, എന്ത്, എന്തുകൊണ്ട്, എത്ര ദൂരം, എങ്ങനെ, ആര് അല്ലെ. ഇതൊക്കെയാണ് WH ക്വസ്റ്റ്യൻസ്. ഓക്കെ, ബാക്കി ഇനിയുണ്ട്. ഹൗ ഓഫൺ യു വിസിറ്റ് ഹോളിവുഡ്. ഹൗ ഓഫൺ യു വിസിറ്റ് ഹോളിവുഡ് അല്ലെ. ഹോളിവുഡ് നിങ്ങൾ എപ്പോഴൊക്കെയാണ് വിസിറ്റ് ചെയ്തിട്ടുള്ളത്? ഐ വിസിറ്റ് ഹോളിവുഡ് വൺസ് ഇൻ 3 months അല്ലെ. ഇപ്പൊ എങ്ങനെയൊക്കെയാണ് വിസിറ്റ് ചെയ്യാൻ പോകാറുള്ളത്? 3 months കൂടുമ്പോൾ ഒരു തവണ അല്ലെ. ദെൻ വാട്ട് കൈൻഡ് ഓഫ് അനിമൽസ് ആർ യൂസ്ഡ് ഇൻ ഹോളിവുഡ് ഫിലിം. ഹോളിവുഡ് ഫിലിംസിൽ ഏത് ടൈപ്പ് മൃഗങ്ങളെയാണ് യൂസ് ചെയ്യുന്നത്? വെൽ ട്രെയിൻഡ് ആനിമൽസ് ആർ യൂസ്ഡ് ഇൻ ഹോളിവുഡ് ഫിലിംസ്. ഹോളിവുഡ് ഫിലിംസിൽ വളരെ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആനിമൽസിനെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. Then when will you leave this place? അല്ലെ, നിങ്ങൾ എപ്പോഴാണ് ഈ പ്ലേസ് വിട്ട്
പോകുന്നത്. എപ്പോൾ? ടുമാറോ വി വിൽ ലീവ് ദിസ് പ്ലേസ്. നാളെ ഞങ്ങൾ ഈ സ്ഥലം വിട്ടിട്ട് പോവും. ക്ലിയർ? Activity 4. Read the sentence given below and identify the noun phrase and verb phrase in them. One is done for you. ഇനിയാണ് ഇതൊക്കെ ഓൾറെഡി നമ്മൾ ഒരുപാട് തവണ പഠിച്ചതാണ് അല്ലെ. നൗൺ ഫ്രേസും വെർബ് ഫ്രേസും അല്ലെ. നൗൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം നാമങ്ങളാണ്, സബ്ജക്റ്റ് ആണ്, ആ തുടക്കത്തിൽ വരുന്നുണ്ടായിരിക്കും അല്ലെ. ദെൻ വെർബ് എന്ന് പറഞ്ഞാൽ വെർബ് ഫ്രേസ് പറഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ട് വെർബ് ക്രിയ അവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാതും വെർബ് ഫ്രേസിലാണ് ഉൾപ്പെടുക അല്ലെ. നൗൺ ഫ്രേസ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ പാട്ട് തുടക്കത്തിൽ സബ്ജക്ട് പാട്ട് ഇങ്ങോട്ട് മാറ്റി വെക്കും. ബാക്കി കംപ്ലീറ്റ് എന്തായിരിക്കും? വെർബ് ഫ്രേസ് ആയിരിക്കും. നോക്കാം. മിസ്റ്റർ തൊറാറ്റ് നോഡഡ്. മിസ്റ്റർ തൊറാട്ട് നോഡഡ് അല്ലെ. ഈ മിസ്റ്റർ തൊറാട്ട് നിങ്ങൾക്കറിയാം ഇതിത്തെ നൗൺ ആരാണ്? തൊറാട്ട്. അപ്പൊ ഇതാണ് ഇതിത്തെ നൗൺ ഫ്രേസ് എന്ന് പറയുന്നത്. നോഡഡ് ആയിരിക്കും ഇതിത്തെ വെർബ് ഫ്രേസ് എന്ന് പറയുന്നത്, ക്രിയ അല്ലെ, പ്രവൃത്തി. ഓക്കെ, നോക്കാം. ദിസ് puzzled me. This puzzled me അല്ലെ. ഈ puzzled ആണ് ഇതിത്തെ വെർബ് ഫ്രേസ്. puzzled me എന്ന് പറയുന്നത് വെർബ് ഫ്രേസിലോട്ട് പോകും. ദിസ് മാത്രമാണ് ഇവിടെ നൗൺ ഫ്രേസിൽ വരിക. ഓക്കെ. he was an South Indian അല്ലെ. he was an South Indian അല്ലെ. അതിൽ ഇതാണ് നൗൺ ഫ്രേസ്. ബാക്കി വെർബ് ഫ്രേസിലോട്ട് പോകും. ദെൻ മിസ്റ്റർ തൊറാട്ട് റീച്ച്ഡ് ദ ഷൂട്ടിംഗ് ലൊക്കേഷൻ അല്ലെ. തൊറാട്ട് ആണ് നൗൺ ഫ്രേസ്. ബാക്കിയെല്ലാം എന്താണ്? വെർബ് ഫ്രേസ് ആണ്. നോക്കാം. ഇവരിവിടെ ഫസ്റ്റ് മിസ്റ്റർ തൊറാട്ട് നോഡഡ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. തൊറാട്ടാണ് നോഡഡ് നൗൺ ഫ്രേസ്, നോഡഡ് വെർബ് ഫ്രേസ് ആണ്. ഇനി ബാക്കി കാണുന്ന 2, 3, 4 എന്ന് പറയുന്ന ഈ സെന്റൻസുകൾ നൗൺ ഫ്രേസ് ആയിട്ടും വെർബ് ഫ്രേസ് ആയിട്ടും ഡിവൈഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം, ആൻസർ നോക്കാം. മിസ്റ്റർ തൊറാട്ട് നോഡഡ് എന്ന് പറയുന്ന വേർഡിലെ മിസ്റ്റർ തൊറാട്ട് നൗൺ ഫ്രേസും അതിന്റെ നോഡഡ് വെർബ് ഫ്രേസും ആണ്. ദിസ് puzzled me എന്ന് പറയുന്നതിലെ ദിസ് നൗൺ ഫ്രേസ്, ദെൻ puzzle me എന്ന് പറയുന്നത് വെർബ് ഫ്രേസ് ആണ് കേട്ടോ. ഹി വാസ് എ സൗത്ത് ഇന്ത്യൻ, നൗൺ ഏതാണ്? ഹി ആണ്. വാസ് എ സൗത്ത് ഇന്ത്യൻ ആണ് വെർബ് ഫ്രേസ്. ഓക്കെ. മിസ്റ്റർ തൊറാട്ട് റീച്ച് ദ ഷൂട്ടിംഗ് ലൊക്കേഷൻ എന്ന് പറയും. മിസ്റ്റർ തൊറാട്ട് ആണ് നൗൺ ഫ്രേസ്. റീച്ച് ദ ഷൂട്ടിംഗ് സ്റ്റേഷൻ. ഇനി അവിടുന്ന് അങ്ങോട്ട് എന്തുണ്ടെങ്കിലും അതൊക്കെ വെർബ് ഫ്രേസിലാട്ടോ വരിക. ഓക്കെ. ദെൻ അപ്പൊ ഒരു ക്ലിയർ ഐഡിയ കിട്ടിയാലോ? ഈസിയാണ് അല്ലെ. വല്ലാണ്ട് നമുക്കൊന്നും അറിയില്ലെങ്കിൽ പോലും ആ തുടക്കത്തിലുള്ള നൗണിനെ നമുക്കെടുത്ത് മാറ്റുമ്പോൾ നൗൺ ഫ്രേസും ബാക്കി നമുക്ക് വെർബ് ഫ്രേസും നമുക്ക് കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് തന്നെ അത് കൊടുക്കാൻ കഴിയും അല്ലെ. ദെൻ ബി, കൺസിഡർ ദ ഫോളോയിങ് സെന്റൻസ്. ഇനി നമുക്ക് കുറച്ച് സെന്റൻസ് തന്നിട്ടുണ്ട്, നോക്കാം. വി മൗണ്ടഡ് ദ ക്യാമറ ഓൺ ഹിസ് ട്രൈപോഡ് അല്ലെ. അതിന്റെ ആ ഒരു ക്യാമറ വെക്കുന്ന സാധനത്തിന് ഞങ്ങൾ എന്ത് ചെയ്തു? ക്യാമറ കൊണ്ടുപോയി സെറ്റ് ചെയ്തു. വി മൗണ്ടഡ് ദ ക്യാമറ ഓൺ ഹിസ് ട്രൈപോഡ് എന്ന് പറയുന്ന ഈ വേർഡിനെ നൗൺ ഫ്രേസ് ആയിട്ടും അതുപോലെ വെർബ് ഫ്രേസ് ആയിട്ടും ഡിവൈഡ് ചെയ്താണ് ഈ കാണുന്നത് കേട്ടോ. വി മൗണ്ടഡ് ദ ക്യാമറയിൽ വി മാത്രമാണ് എന്ത്? നൗൺ ഫ്രേസ് എന്ന് പറയുന്നത് കേട്ടോ. നൗൺ ഫ്രേസ് എന്ന് പറയുന്നത് വി മാത്രമാണ്. ബാക്കി കംപ്ലീറ്റ് പറയുന്നത് വെർബ് ഫ്രേസ് ആണ് അല്ലെ. അപ്പൊ ഇത്രയും വലിയ വേർഡിൽ ഫുള്ള് വെർബാണോ? അല്ല. ബാക്കിയൊക്കെ വെർബ് ഫ്രേസ് എന്ന് പറയെങ്കിലും മൗണ്ടഡ് ദ ക്യാമറ ഓൺ ഇൻസ്റ്റബിൾ ഇത്രയും വെർബാണോ? ഇത്രയും പ്രവൃത്തികളാണ്? അല്ല. അതില് നമ്മൾ പ്രിപ്പോസിഷൻ കാണുന്നുണ്ട്, നൗണ് കാണുന്നുണ്ട്, പ്രവൃത്തി വെർബ് കാണുന്നുണ്ട് അല്ലെ. പക്ഷെ ഇതിന് മൊത്തത്തിൽ നമ്മൾ വെർബ് ഫ്രേസ് എന്ന് വിളിച്ചാലും ഇതിൻ്റെ ഉള്ളിൽ പല സംഭവങ്ങളും ഉണ്ട് ഇല്ലേ. ഈ ഓണൊക്കെ എന്താ? അതിനുള്ളിൽ പ്രിപ്പോസിഷൻ കാണുന്നുണ്ട്, അതിൽ നൗണ് കാണുന്നുണ്ട്, പ്രവൃത്തി വെർബ് കാണുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം കൂട്ടിയിട്ട് വെർബ് ഫ്രേസ് എന്ന് പറയാണ് അല്ലെ. അപ്പൊ ഇതിനുള്ളിൽ ആരൊക്കെ ഉണ്ടെന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഇത് മൊത്തത്തിൽ വെർബ് ഫ്രേസ് എന്ന് പറയും. ഇനി ഇതിലെ മൗണ്ടഡ് ആണ് ഇതിലെ ആര്? പ്രവൃത്തി അല്ലെ. പ്ലേസ് ചെയ്തു എന്ന അർത്ഥം വരുന്ന മൗണ്ടഡ് ആണ് ഇതിലെ വെർബ്, പ്രവൃത്തി അല്ലെ. മൗണ്ടഡ് ആണ് ഇതിലെ പ്രവൃത്തി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ. ഇനി വരുന്നത് ദ ക്യാമറ. എന്താണ് ദ ക്യാമറ എന്ന് പറയുന്നത്? ഒരു നൗൺ ഫ്രേസ് ആണ് അല്ലെ. ക്യാമറ എന്ന് പറയുന്നത് എന്താണ്? പ്രവൃത്തിയാണോ? അല്ല. അതെന്താണ്? നൗൺ ആണ്, ഒരു നാമാണ്. അതില് നൗൺ ഫ്രേസ് ആണ് ഇത് കേട്ടോ, ക്യാമറ എന്ന് പറയുന്നത്. ദെൻ ഓൺ ഇറ്റ്സ് ട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇതെന്താണ്? ഇറ്റ്, ഓണ്, അണ്ടർ, ഈ അങ്ങനെയുള്ള വേർഡുകളൊക്കെ എന്താണ്? പ്രിപ്പോസിഷൻ. ഓൺ, ഇന്ന്, ഫ്രം, ടു ഇതൊക്കെ എന്താണ്? പ്രിപ്പോസിഷൻസ് ആണ്. അപ്പൊ ഇതെന്താണ്? പ്രിപ്പോസിഷൻ ഫ്രേസ് ആണ്. ഇത് ഈ ഭാഗം വരുന്നത്, ഈ പ്രിപ്പോസിഷന് ശേഷം വരുന്ന ഈ ഭാഗം കംപ്ലീറ്റ് ഇത് നമ്മള് പ്രിപ്പോസിഷൻ എന്ന് പറയും. പ്രിപ്പോസിഷൻ ഫ്രേസ് എന്നാണ് പറയുക. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയോ എന്താണ്
നൗൺ ഫ്രേസ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്, അത് ഒന്നോ രണ്ടോ വേർഡ് അതങ്ങോട്ട് മാറ്റി വെക്കും. ദെൻ വെർബ് ഫ്രേസ് ആണ് ബാക്കി കംപ്ലീറ്റ്. പക്ഷെ അതിൽ ആരൊക്കെ ഉണ്ട്? വെർബ് ഉണ്ടാവും, അതുപോലെ നൗൺ ഫ്രേസ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും, അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ പ്രിപ്പോസിഷൻ ഫ്രേസും നമുക്ക് കാണാൻ സാധിക്കും. ക്ലിയർ? നോക്കാം. Now analyze the verb phrase in the following sentence. അല്ലെ, ഇനി നമുക്ക് ഇതിലൊക്കെ വെർബ് ഫ്രേസുകളൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നോൺ ഫ്രേസ് ഇനിയിപ്പോ തൽക്കാലം വേണ്ട അല്ലെ, കാരണം അത് സിമ്പിൾ ആണ്, അത് തുടക്കത്തിൽ തന്നെ ഉണ്ടാവും നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഇനി നമുക്ക് നോക്കാം. വി വെന്റ് ടു മീറ്റ് ദ മാനേജർ. ഞങ്ങൾ മാനേജറെ കാണാൻ വി വെന്റ് ടു മീറ്റ്, ഞങ്ങൾ മാനേജറെ കാണാൻ വേണ്ടിയിട്ട് പോയില്ലേ? നോക്കാം. വി വെന്റ് ടു മീറ്റ് ദ മാനേജർ. നമുക്ക് ഇവിടെ വി അങ്ങ് ആദ്യം എടുത്തു കളയാം. ഇത് ആരാന്ന് നിങ്ങൾക്ക് അറിയാം. ആരാണത്? അത് നൗൺ ഫ്രേസ് ആണ്. അപ്പൊ അത് ഇവിടെ ആവശ്യമില്ല. നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് വെർബ് ഫ്രേസിനെ മാത്രമാണ് അനലൈസ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇതെന്താണ് മക്കളെ വരിക? ഇതാണ് വെർബ് ഫ്രേസ്. വെന്റ് ടു മീറ്റ് ദ മാനേജർ അല്ലേ? ക്ലിയർ? ദെൻ നെക്സ്റ്റ് നോക്കാം. മിസ്റ്റർ തൊറാട്ട് റീച്ച് ദ ഷൂട്ടിംഗ് ലൊക്കേഷൻ വിത്ത് ദ ടൈഗർ. ടൈഗറിനെ ഇങ്ങോട്ട് തൊറാട്ട് എത്തി അല്ലെ. മിസ്റ്റർ തൊറാട്ടിനെ നമ്മൾ നേരെ നൗൺ ഫ്രേസ് ആയതുകൊണ്ട് ആവശ്യമില്ലാത്തതുകൊണ്ട് ഒഴിവാക്കി. ഇനി ബാക്കി ഇവിടുന്നോട്ട് ഇവിടെ വരെ നമ്മുടെ ആര് വരും? വെർബ് ഫ്രേസ് വരും. ക്ലിയർ ആണല്ലോ? ഓക്കെ. ദെൻ the shopkeeper gives Ali a small black bag to put potatoes. അല്ലെ, അലിക്ക് ചെറിയൊരു ബ്ലാക്ക് ബാഗ് കൊടുത്തു പൊട്ടറ്റോ എടുത്തിടാൻ വേണ്ടിയിട്ട്. സോ ഇതിലും ഈ ഷോപ്പ് കീപ്പർ ആരാണ്? ഇത് നൗൺ ഫ്രേസ് ആണ് അല്ലെ, അത് വേണ്ട. ഓക്കെ, ബാക്കി ഇവിടുന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് എന്തായിരിക്കും? വെർബ് ഫ്രേസ് ആയിരിക്കും. ക്ലിയർ? Then the cages on the lorry was covered. ഇതാ on the lorry was covered ആണ് verb phrase. cages നോൺ ഫ്രേസ് ആണ്, അത് വേണ്ട. ഓക്കെ, അപ്പൊ പെട്ടെന്ന് ഇപ്പൊ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല എല്ലാത്തിന്റെയും വെർബ് ഫ്രേസ് എന്ന് പറയുന്നത് കാണുന്നുണ്ടാവും അല്ലെ. നോട്ടീസസ് വെർ പ്ലേസ്ഡ് ഇൻ ദ പ്രസ് ഓൾ ഓവർ ദ യുണൈറ്റഡ്. ഇവിടെ തൊട്ട് ഇവിടെ വരെ വെർബ് ഫ്രേസിലോട്ട് പോകും. വി വർ വാച്ചിങ് എ ന്യൂ സ്ട്രേഞ്ച് കൈൻഡ് ഓഫ് സർക്കസ് അല്ലെ, പുതിയ ടൈപ്പ് ഓഫ് സർക്കസ് ഞങ്ങൾ കണ്ടു. ഇത് ഇപ്പൊ ഇതിനൊക്കെ വെർബ് ഫ്രേസ് തിരിച്ചെടുത്ത അറിയാൻ നിങ്ങൾക്ക് കഴിയുമല്ലോ. സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. ഇപ്പൊ നൗൺ ഫ്രേസ് മാറ്റാൻ ഓൾറെഡി അറിയാം, സിമ്പിൾ ആണ്. അപ്പൊ അത് ഇവിടെ ആവശ്യം വരുന്നില്ല. ഇവിടെ വെർബ് ഫ്രേസിന്റെ കേസാണ് പറയുന്നത് കേട്ടോ. അപ്പൊ വെർബ് ഫ്രേസ് എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാം നൗണ് ഒഴികെ ബാക്കി എല്ലാം വെർബ് ഫ്രേസ് ആണ്. അല്ലാതെ ഇത് വെർബ് മാത്രമല്ല, വെർബ് ഫ്രേസ് ആണ്. വെർബ് ഫ്രേസ് എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാ പാർട്ടും വരുന്ന എല്ലാ റിമൈനിങ് പാർട്ട് ഓഫ് ദ സെന്റൻസും അതിൽ വരും. അത് മാത്രമല്ല അതിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ. അതിൽ പിന്നീട് ആരൊക്കെ വരും? വെർബ് ഉണ്ടാവും, അതുപോലെ പ്രിപ്പോസിഷൻ ഫ്രേസ് ഉണ്ടാവും, അതേപോലെ തന്നെ നൗൺ ഫ്രേസും ഉണ്ടാവും അല്ലെ. ഇതൊക്കെ പാട് ഉൾപ്പെടുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്? വെർബ് ഫ്രേസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഒരു സെന്റൻസ് ആണ് അതിന് വെർബ് ഫ്രേസ് തിരിച്ചറിയണമെങ്കിൽ നിങ്ങൾക്ക് മിനിമം കഴിയണം. ഓക്കെ, നമ്മൾ അവിടെ പറഞ്ഞ വെർബ് ഫ്രേസ് തിരിച്ച് മാറ്റിയിട്ടതാണ് ഈ ആൻസർ കേട്ടോ. ഞാനിപ്പോ ഓൾറെഡി പറഞ്ഞ ആൻസേഴ്സ് ആണ് ഈ കാണുന്നത്. വെർബ് ഫ്രേസ് ആ ഫസ്റ്റ് സെന്റൻസ് വെന്റ് ടു മീറ്റ് ദ മാനേജർ എന്ന് പറയുന്നതായിരുന്നു ആദ്യത്തെ വെർബ് ഫ്രേസ്. ഇതായിരുന്നു ആദ്യത്തെ വെർബ് ഫ്രേസ് അല്ലെ, വെന്റ് ടു മീറ്റ് മാനേജർ. ഇനി ഇതിൽ ഓരോന്ന് വേർതിരിക്കാണ്. ഇതിൽ ആരൊക്കെ ഉണ്ട് ഈ വെർബ് ഫ്രേസിൽ? വെന്റ് എന്ന് പറയുന്ന വെർബ് വരും, അതുപോലെ ടു മീറ്റ് മാനേജർ എന്ന് പറയുന്ന എന്ത് വരും? പ്രിപ്പോസിഷണൽ ഫ്രേസ് വരും. അതുപോലെ ഇതിലെ നൗൺ ഫ്രേസ് ആണ് ദ മാനേജർ എന്ന് പറയുന്നത്. ഇതിത്തെ നൗൺ ഫ്രേസും കൂടെ ആണ്. ക്ലിയർ ആയല്ലോ മക്കളെ? ഇത്രയും കൂടി ചേർന്നിട്ടാണ് ഈ നൗൺ ഫ്രേസ് ഉണ്ടാവുന്നത്, ഈ വെർബ് ഫ്രേസ് ഉണ്ടാവുന്നത് കേട്ടോ. ഇത്രയും കൂടി ചേർന്നിട്ടാണല്ലോ ഇത്രയും വെർബ് ഫ്രേസിൽ ഉണ്ടാവും. ഓക്കെ, നോക്കാം. വെർബ് കണ്ടോ, ആദ്യത്തെ വെർബാണ് വെന്റ്. വെർബ് തിരിച്ചിങ്ങനെ എടുക്കാൻ കഴിയണം കേട്ടോ. പ്രിപ്പോസിഷണൽ ഫ്രേസ് ആണ്. ആ പ്രിപ്പോസിഷൻ അതിൽ ഏതാന്ന് നോക്കുക. നിങ്ങൾക്ക് ഇനിയിപ്പോ ഒരുപാട് മീനിങ് ഒന്നും അറിഞ്ഞില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പ്രിപ്പോസിഷൻ നോക്കിയാൽ തിരിച്ചറിയാലോ. അപ്പൊ ടു ഉണ്ട്, അത് മാത്രം എടുത്ത് എഴുതരുത്. അതിനുശേഷം അങ്ങോട്ടുള്ള വേർഡ്സ് എഴുതിയെടുക്കണം. ടു മീറ്റ് ദ മാനേജർ കംപ്ലീറ്റ് ചെയ്ത പിന്നെ നിങ്ങൾ അതിലോട്ട് നോക്കുമ്പോ അതിന് നൗൺ ആയിട്ട് വരുന്നത് നോക്കിയേ. വെന്റ് പോയി വരുമോ? നൗൺ ആണോ? അല്ല, പ്രവൃത്തിയാണ്. മീറ്റ് കാണുക, അത് പ്രവൃത്തിയാണ്. പിന്നെ അതിൽ നൗൺ ആയിട്ട് ഒരാൾ മാത്രമേ ഉള്ളൂ, അത് മാനേജർ. അത് നൗൺ അല്ലേ? നാമമാണ്. അപ്പൊ അതെന്താണ്? നൗൺ ഫ്രേസ് ആണ്. വളരെ സിമ്പിൾ ആണ് കേട്ടോ. ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ചെയ്താൽ ഇങ്ങനെയുള്ള സിമ്പിൾ ആയിട്ടുള്ള മാർക്കുകളൊന്നും ആരും കളയരുത് കേട്ടോ. ദെൻ സെക്കൻഡ്, അപ്പൊ നൗൺ ഫ്രേസ് മാനേജർ. ഓക്കെ, ക്ലിയർ? ദെൻ നെക്സ്റ്റ് അടുത്ത സെന്റൻസിലെ വെർബ് ഫ്രേസ് ഏതാണ്? റീച്ചസ് ദ സ്ട്രോങ് ഷൂട്ടിംഗ് ലൊക്കേഷൻ വിത്ത് ദ ടൈഗർ അല്ലെ. ഇനി ഇത് ഡിവൈഡ് ചെയ്യണം. ഇതിലെ വെർബ് ആരാണ്? പെട്ടെന്ന് താഴോട്ടൊന്നും നോക്കാതെ ആൻസറിലോട്ടൊന്നും നോക്കാന്നൊന്ന് പറഞ്ഞേ. ഇതിലെ വെർബ് ആരാണ്? ഇതിലെ വെർബ് ആരാണ്?
യെസ്, റീച്ച്ഡ് ആണ് ഇതിലെ വെർബ് അല്ലെ. ഇനി ഇതിലെ പ്രിപ്പോസിഷൻ ആരാണ്? പ്രിപ്പോസിഷൻ എവിടെ കിടക്കുന്നു നോക്കണം, അല്ല പെട്ടെന്ന് പോയിട്ട് തൊട്ടടുത്ത സെന്റൻസ് പറയരുത്. ഇതിലെ പ്രിപ്പോസിഷനെ പോയി നിങ്ങൾ തിരയണം. ഇതിലെ പ്രിപ്പോസിഷൻ എവിടെ കിടക്കുന്നത്? ദാ പ്രിപ്പോസിഷൻ ആണോ? അല്ല, അത് ആർട്ടിക്കിൾ ആണ് കേട്ടോ. ഷൂട്ടിംഗ് ലൊക്കേഷൻ ദാ ഇവിടെയാണ്, വിത്ത് ആണ് പ്രിപ്പോസിഷൻ അല്ലെ. അപ്പൊ നിങ്ങൾ പ്രിപ്പോസിഷൻ ഫ്രേസ് എവിടുന്ന് കൊടുക്കണം? വിത്ത് മുതൽ കൊടുക്കണം. അപ്പോ വിത്ത് ദ ടൈഗർ. ക്ലിയർ? ഓക്കെ. ഇനി ഇതിലിങ്ങനെ ഒന്ന് തിരയണം, എവിടെയെങ്കിലും ഒക്കെ ഒരു നൗൺ ഫ്രേസ് കിടക്കുന്നുണ്ടോ? ഉണ്ട് കേട്ടോ. ഇതാ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണ് ഇതിന്റെ നൗൺ ഫ്രേസ് എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ. Then verb phrase gives Ali a small black bag to put potatoes. അതാണ് ഇതിന്റെ verb phrase എന്ന് പറയുന്നത്. ഇനി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. give ആണ് verb. പ്രിപ്പോസിഷണൽ ഫ്രേസ് തപ്പണമെങ്കിൽ ഇതാ ഇവിടെ വരണം. ദാ ടു ഇവിടെ വന്നു. ദെൻ പ്രിപ്പോസിഷൻ ടു പുട്ട് പൊട്ടറ്റോസ് ആണ് പ്രിപ്പോസിഷൻ വരുന്നത്. ഇനി നൗൺ ഫ്രേസ് അതിൽ വ്യക്തമായിട്ടൊരു നൗണ് കാണുന്നുണ്ട്. ആരാണത്? അലി. ക്ലിയർ? ദെൻ ഫോർത്ത് വൺ വെർബ് ഫ്രേസ് വാസ് കവേർഡ്. അത് മാത്രമേ ഉള്ളൂ കേട്ടോ അതില്. അപ്പൊ കവേർഡ് ആണ് വെർബ് എന്ന് പറയുന്നത്. പ്രിപ്പോസിഷണൽ ഫ്രേസ് ഓൺ ദ ലോറി അല്ലെ, വാസ് കവേർഡ് ഓൺ ദ ലോറി ആണ് അതിലെ പ്രിപ്പോസിഷൻ ഫ്രേസ് വരുന്നത്. നൗൺ ഫ്രേസ് വരുന്നത് ദ ലോറി ആണ് കേട്ടോ, ദ ലോറി കേട്ടോ. Then verb phrase were placed in the press all over the United States. അല്ലെ, കറക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വേർ ആണ് അതിന്റെ വെർബ്. ഓക്കെ. Then prepositional phrase നമുക്ക് കാണാം in the press all over the United States വരെ എഴുതേണ്ടി വരും. ദെൻ നൗൺ ഫ്രേസ്. നൗൺ ഫ്രേസ് ഏതാണ് ഇതില്? നിങ്ങൾ ഇതിൽ നോക്കുക, ഇതിൽ എവിടെയെങ്കിലും നാമങ്ങൾ കിടക്കുന്നുണ്ടോ നോക്കുക. നിങ്ങൾ നോക്കുമ്പോൾ ശരിക്കും ശ്രദ്ധിച്ചു നോക്കണം. പ്ലേസ് എന്ന് പറയുമ്പോൾ വെർബാണ്. പിന്നെ നിങ്ങൾക്ക് അതിൽ നാമം കാണുന്നത് എന്താ? പ്രസ് അല്ലെ. പ്രസ്, മീഡിയ. പ്രസ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു നൗൺ ആണ് അല്ലെ. അപ്പൊ അത് എന്തായിട്ട് വരും? നൗൺ ഫ്രേസ് ആയിട്ട് വരും. ക്ലിയർ? ഓക്കെ. ദെൻ അടുത്ത വെർബ് പ്ലേസ് ആണ്. വേർ വാച്ചിങ് എ ന്യൂ ആൻഡ് എ സ്ട്രേഞ്ച് കൈൻഡ് ഓഫ് സർക്കസ് അല്ലെ, വന്നിട്ടുണ്ട്. ഇതിൽ ആരാണ്? ഇതിലെ വെർബ് ഇതാണ്, വാച്ചിങ് ആണ്. പ്രിപ്പോസിഷണൽ ഫ്രേസ് കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് ഇങ്ങനെ തപ്പി തരിക, അവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ ഇങ്ങോട്ട് വരാം. അപ്പൊ ഇവിടെ വരും ഓഫ് സർക്കസ്. കണ്ടോ? ദെൻ നൗൺ ഫ്രേസ് ഒരു സംശയവും വേണ്ട. ഇവിടെ സ്ട്രേഞ്ച് പറ്റുമോ? കൈൻഡ് പറ്റുമോ? ഇതൊന്നും പ്രിപ്പോസിഷൻ, ഇതൊന്നും നാമങ്ങളല്ല അല്ലെ. നാമമായിട്ട് വരുന്നത് സർക്കസ് മാത്രമാണ്. ക്ലിയർ? അത്യാവശ്യം നല്ല കെയർഫുൾ ആയിട്ട് ചെയ്യണം കേട്ടോ. Thus the following forms may appear along with a verb to form a verb phrase. അല്ലെ, ഒരു വെർബ് ഫ്രേസ് ഉണ്ടാക്കാൻ ഒരുപാട് ഫോമുകൾ അതിന്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ആണ്. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയല്ലോ, വെർബ് ഫ്രേസ് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ പാർട്ടാണ് അല്ലെ. അപ്പൊ അതിൽ എന്തൊക്കെ വരുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഓക്സിലറി വെർബ്സ് കാണാറുണ്ട് അല്ലെ. ഇപ്പൊ നിങ്ങൾ അതിൽ വാസും വേറൊക്കെ പല സ്ഥലങ്ങളിലും കണ്ടു. ദെൻ പ്രിപ്പോസിഷണൽ ഫ്രേസ് കണ്ടു അല്ലെ, ഓഫ്, ഓൺ ഒക്കെ കണ്ടു. ദെൻ അഡ്വർബിയൽ ഫ്രേസസ് അതിൽ ലാസ്റ്റ് കണ്ടിട്ടുണ്ട്. ദെൻ നൗൺ ഫ്രേസും ഉണ്ടാവും. ഇത്രയും എന്തിൽ വരും? ഒരു വെർബ് ഫ്രേസ് ആകുമ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വെർബ് ഫ്രേസ് ഫോം ചെയ്യുമ്പോൾ ഉണ്ടാവും. ക്ലിയർ? Then is to be noted that a verb phrase can even have a noun phrase accompanied by a determiner and an adjective. അല്ലെ, ഒരു അഡ്ജക്റ്റീവും ഡിറ്റർമിനറും കൂടെ വരുന്ന ഒരു നൗൺ ഫ്രേസിന് പോലും ഒരു വെർബ് ഫ്രേസിൽ ഉണ്ടാക്കാൻ സാധിക്കും അല്ലെ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വെർബ് ഫ്രേസിൽ ആരുണ്ടാവും? ഒരു നൗൺ ഫ്രേസിന്റെ കൂടെ ഡിറ്റർമിനറോ ഒരു അഡ്ജക്റ്റീവോ ബാക്കിൽ വരുന്ന തീർച്ചയായിട്ടും ഒരു വെർബ് ഫ്രേസിന് ഉണ്ടാക്കാൻ കഴിയും അല്ലെ. സോ അടുത്തത് നമുക്ക് നോക്കാം. സി, now let's analyze the function of a noun phrase and the verb phrase and its elements in the following sentence. അല്ലെ, നോക്കാം. noun phraseും verb phrase ഒക്കെ നമുക്ക് നോക്കാം അല്ലെ. In sentence 1, Mr. Thorat nodded. അല്ലെ, Thorat ഇങ്ങനെ തലയാട്ടി. നോക്കാം. The noun phrase Mr. Thorat function as a subject of the sentence. അല്ലെ, ഇതില് Mr. Thorat noddle തൊറാട്ട് ആണ് എന്ത്? അതിലെ നൗൺ ഫ്രേസ്, അതാണ് അതിലെ സബ്ജക്ട് ഓഫ് ദ സെന്റൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അതിൽ എന്നൊരു സംശയമില്ലല്ലോ. തുടക്കത്തിൽ കാണുന്ന ആൾ തന്നെയാണ് സബ്ജക്ട്, അല്ലെങ്കിൽ നൗണോ പ്രോണോണോ തന്നെയാണ് എന്ത് വരിക? സബ്ജക്റ്റ് ആയിട്ട് വരിക. ക്ലിയർ ആണല്ലോ? then the verb phrase act as the verb അല്ലെ. അടുത്തത് ഒരു പ്രവൃത്തി ചെയ്യുന്നത് ആരായിരിക്കും? വെർബ് ഫ്രേസ് ആയിരിക്കും. നോക്കാം. അതിലെ പ്രവൃത്തി ചെയ്യുന്നതാണ് വെർബ് ഫ്രേസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ദെൻ നെക്സ്റ്റ് വൺ, ഇൻ എ സെന്റൻസ് ടു ദിസ് puzzled me.
ഓക്കെ, നോക്കാം. ഇതിൽ ദിസ് ആണ് നൗൺ ഫ്രേസ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ സബ്ജക്ട് ഓഫ് ദ സെന്റൻസ്. ക്ലിയർ ആണല്ലോ, ഇത് സബ്ജക്ട് തന്നെയാണ്, അത് നൗൺ ഫ്രേസും ആണ്. ക്ലിയർ. ദെൻ പസിൽഡ് ആണ്. എന്ത് പസിൽഡ് ആണ്? പസിൽ ആൻഡ് മീ ആണ് അതിൽ എന്ത് പറയുന്നത്, അതിലെ വെർബ് ഫ്രേസ് എന്ന് പറയുന്നത്. പസിൽ ഈസ് ദ വെർബ് ആണ്. മീ ഡസ് ദ ഫംഗ്ഷൻ ഓഫ് ദ ഒബ്ജക്ട് ഓഫ് ദ സെന്റൻസ്. അല്ലെ, മീ അത് ആദ്യത്തെ എന്താണ്, അത് ഒബ്ജക്റ്റ് ആണ് അല്ലെ, ആദ്യത്തെ ഒബ്ജക്റ്റ് ആണ് മീ എന്ന് പറയുന്നത്. ക്ലിയർ. Then in sentence 3, he was a South Indian. He was a South. നിങ്ങൾ ഓരോന്ന് ശ്രദ്ധിക്കുമ്പോൾ സെന്റൻസ് നോക്കണം കേട്ടോ. ഇവിടെ മിസ്റ്റർ തൊറാട്ട് എന്ന് വന്നപ്പോ ഒരു സബ്ജക്റ്റും ഒരു വെർബും മാത്രം. ഇവിടെ എന്ത് വന്നു, ഇവിടെ സബ്ജക്റ്റും വന്നു, വെർബ് വന്നു, ഒബ്ജക്റ്റും വന്നു. ഇവിടെ സബ്ജക്റ്റും വെർബും മാത്രം. ക്ലിയർ ആണ്. ഇവിടെ സബ്ജക്റ്റ് വെർബ്, ഇവിടെ സബ്ജക്റ്റും വെർബും ഒബ്ജക്റ്റും വന്നു ആ സെന്റൻസ്. ഇനി നമുക്ക് നോക്കാം. ഹി വാസ് എ സൗത്ത് ഇന്ത്യൻ എന്ന് പറയുന്നത്, ഹി വാസ് എ സൗത്ത് ഇന്ത്യൻ എന്ന് പറയുന്നതിൽ ഹി ഈസ് ദ സബ്ജക്ട്. ക്ലിയർ. ഓക്കെ, വാസ് ഈസ് ദ വെർബ് ഫ്രേസ്. ഹിയർ വാസ് ഈസ് ദ സൗത്ത് ഇന്ത്യൻ ദ വെർബ് ഫ്രേസ്. ദെൻ ഇറ്റ് ഈസ് എ വെർബ് ആൻഡ് എ സൗത്ത് ഇന്ത്യൻ ഈസ് എ കോംപ്ലിമെന്റ്. അല്ലെ, എന്താണ് ഇതെന്താണ് മക്കളെ, ഇത് ഇതിത്തെ ഒരു കോംപ്ലിമെന്റ് ആണെന്നാ പറയുന്നത്. സി എന്ന് പറയുന്നത് ഇതിത്തെ കോംപ്ലിമെന്റ് ആണ്. അപ്പൊ SVC എന്ന് പറയുന്ന ഒരു പാറ്റേൺ ആണ് വരുന്നത്. ദെൻ ഇൻ സെന്റൻസ് ഫോർ മിസ്റ്റർ തൊറാട്ട് റീച്ച്ഡ് ദ ഷൂട്ടിംഗ് ലൊക്കേഷൻ. അല്ലെ, നാലാമത്തെ സെന്റൻസ് നോക്കാം. ഇതിൽ ആരൊക്കെ വരുന്നുണ്ട്? തൊറാട്ട് എന്ന് പറയുന്ന സബ്ജക്ട് വരുന്നുണ്ട്, റീച്ച്ഡ് എന്ന് പറയുന്ന വെർബ് വരുന്നുണ്ട്, ഷൂട്ടിംഗ് ലൊക്കേഷൻ എന്ന് പറയുന്ന ഒരു അഡ്വർബിയൽ വരുന്നുണ്ട്. ഓക്കെ, ക്ലിയർ. ഓക്കെ, ദെൻ the sentence pattern of the four sentence gives B1 below. നമ്മൾ ഇത്രയും പഠിച്ച സെന്റൻസുകൾ ഏതൊക്കെയായിരുന്നു? ഒന്ന് സബ്ജക്റ്റ് പ്ലസ് വെർബ്, then സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ്, സബ്ജക്റ്റ് വെർബ് കോംപ്ലിമെന്റ്, സബ്ജക്റ്റ് വെർബ് അഡ്വർബിയൽ. അല്ലെ, 4 ടൈപ്പ് ഓഫ് സെന്റൻസ് മേക്കിംഗ് ആണ് നമ്മൾ ഈ 4 എക്സാമ്പിളിലൂടെ പഠിച്ചത്. ക്ലിയർ. സബ്ജക്റ്റ് പ്ലസ് വെർബ്, സബ്ജക്റ്റ് പ്ലസ് verb plus object, subject plus verb plus complement, subject plus verb plus adverbial. SV, SVO, SVC, SVA. 4 sentence pattern ആണ് നമ്മൾ ഈ 4 എക്സാമ്പിളിലൂടെ പഠിച്ചത്. ക്ലിയർ. Then write for other sentence in the same pattern. അല്ലെ, ആ ഒരു എക്സാമ്പിൾ വെച്ചിട്ടുള്ള അടുത്ത 2-3 കുറച്ച് എക്സാമ്പിൾ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അനിത ഡാൻസ്ഡ്. ക്ലിയർ ആണല്ലോ. സബ്ജക്റ്റ് വെർബ്. ഓക്കെ, SV പാറ്റേൺ. കിരൺ ബീറ്റ് മീ. സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ്. ക്ലിയർ. നിഖിൽ പ്ലേഡ് ക്രിക്കറ്റ് വിത്ത് ഹിസ് ഫ്രണ്ട്സ്. അല്ലെ, നിഖിൽ സബ്ജക്റ്റ്, പ്ലേഡ് വെർബ്, ക്രിക്കറ്റ് വിത്ത് ഹിസ് ഫ്രണ്ട്സ് എന്ന് പറയുന്നതാണ് അതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദ ടൈഗർ സബ്ജക്റ്റ്, വാക്ക്ഡ് വെർബ്, കയറ്റ്ലി അഡ്വർബ്. അല്ലെ, അഡ്വർബി അല്ലെ, അഡ്വർബ്. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ടുള്ള മറ്റൊരു എക്സാമ്പിൾ ആണിത്. ഇനി ഇങ്ങനത്തെ എക്സാമ്പിളൊക്കെ കാണുമ്പോൾ നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ സെന്റൻസുകളൊക്കെ കാണുമ്പോൾ നോക്കുക, ഇത് സബ്ജക്റ്റ് ആണോ, ഇത് വെർബ് ആണോ, ഒബ്ജക്റ്റ് ആണോ, കോംപ്ലിമെന്റ് ആണോ, അത് ആ സെന്റൻസ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ സെന്റൻസ് ഞാനൊന്ന് പഠിച്ച പാറ്റേണിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെ. അപ്പൊ സെന്റൻസുകളൊക്കെ കാണുമ്പോൾ നമുക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കുക, ഇതിപ്പോ ഏത് പാറ്റേൺ ആണെന്ന് നോക്കൊന്ന് സ്ട്രക്ചർ ചെയ്ത് നോക്കുക കേട്ടോ. Apart from these 4 sentence patterns, there are 3 more basic sentence pattern. ഒരുപാട് സെന്റൻസ് മേക്കിംഗ് ഉണ്ട് കേട്ടോ. 1, 2 അല്ല, ഡിഫറെന്റ് ടൈപ്പ് ഉണ്ട്. അപ്പൊ ആ 4 പുറമെ ഒരു 3 ബേസിക് സെന്റൻസ് പാറ്റേണും കൂടെ നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അതാണ് SVOO. എന്താണ് SVOO? രണ്ടാമത്തെ ഏതാണ്? SVOC. ഓക്കെ, എന്താണ് SVOC? മൂന്നാമത്തത് SVOA. SVOA. നോക്കാം, എക്സാമ്പിൾ നോക്കാം അല്ലെ. എസ് മീൻസ് സബ്ജക്റ്റ്, വെർബ്, ദെൻ ഇവിടെ 2 ഒബ്ജക്റ്റ് വരുന്നത് പോലെ ഉണ്ട് അല്ലെ. 2 ഒബ്ജക്റ്റ് വരുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇതാ നോക്കിയേ, ഒരു റെയിൻ വരുന്നുണ്ട്, 2 ടൈഗേഴ്സും വരുന്നുണ്ട്. ദെൻ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, കോംപ്ലിമെന്റ്. സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, കോംപ്ലിമെന്റ്. ക്ലിയർ. ദെൻ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, അഡ്വർബ്. സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, this is the adverbial. Clear. നോക്കാം. Write the 3 tenses keeping the same pattern. ഈ ഒരു പാറ്റേൺ വെച്ചിട്ട് ഒരു 3 സെന്റൻസ് ഉണ്ടാക്കാനാണ്. നോക്കാം. ആൻസർ. മേരി gave me a present. അല്ലെ, മേരി എനിക്ക് എന്ത് ചെയ്തു? ഒരു പ്രസന്റ് തന്നു. ഇതാ നിങ്ങൾ നോക്കിയേ, ഈ പാറ്റേൺ നമുക്ക് നോക്കിയേ. മേരി എന്താണ്? സബ്ജക്റ്റ് ആണ്. ഗേവ് എന്താണ്? വെർബ് ആണ് അല്ലെ. മീ
പ്രസന്റ്. ഇത് രണ്ടും എന്താണ്? ഒബ്ജക്റ്റ് ആണ് അല്ലെ. അപ്പൊ രണ്ട് ഒബ്ജക്റ്റ്. ക്ലിയർ? ഇവിടെ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, ഒബ്ജക്റ്റ്. ക്ലിയർ ആണല്ലോ മക്കളെ? ദെൻ ഷീല മേഡ് മീ ഹാപ്പി. ഷീല മേഡ് മീ ഹാപ്പി. ഷീല എന്താണ്? സബ്ജക്റ്റ് ആണ്. മെയ്ഡ് വെർബ് ആണ്. മീ ആണ് ഇവിടെ ഒബ്ജക്റ്റ്. ഹാപ്പി ആണ് ഇവിടുത്തെ കോംപ്ലിമെന്റ്. ക്ലിയർ? ദെൻ മനു ക്ലീൻഡ് ദ ബാഗ് വെൽ. മനു സബ്ജക്റ്റ് ആണ്. ക്ലീൻഡ് വെർബ് ആണ്. ദ ബാഗ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. വെൽ എന്ന് പറയുന്നത് ഇവിടുത്തെ അഡ്വെർബും ആണ്. ക്ലിയർ? സെന്റൻസ് മേക്ക് ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ. ഇതിലൊന്നും ഒരുപാട് ഗ്രാമർ വന്ന് കളിക്കുന്നില്ല. ഇപ്പൊ ഈസ്, വാസ്, പ്ലസ്, ing ഇതൊന്നുമില്ല. ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസുകളാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസുകൾ മേക്ക് ചെയ്ത് സ്വന്തമായിട്ട് ഉണ്ടാക്കി നോക്കുക. സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുക. ഓക്കെ. ദെൻ ആക്ടിവിറ്റി 5. Look at the following sentence from the memorial. This job is done by their stand-ins. അല്ലെ, അവർ ആ ജോബ് ചെയ്യുന്നത് അവരുടെ ഡ്യൂപ്പോൾ ആണ് അല്ലെ. Notices were placed in the press all over United States. Some films have been made in Bombay and Madras. Gooby and Baga could be petrified by the tiger. Like Gooby and Baga petrified ചെയ്തു അല്ലെ ടൈഗറിനെ കണ്ടിട്ട്. നോക്കാം. Discuss. Do the sentence have the similar pattern those mentioned in activity 4? അല്ലെ, നമ്മൾ ആക്ടിവിറ്റി ഫോമിൽ ചെയ്തിട്ടുള്ള ആ സെയിം പാറ്റേൺ തന്നെയാണോ ഈ സെന്റൻസിലൊക്കെ ഉള്ളത്? വാട്ട് ഡിഫറൻസ് ഡു യു നോട്ടീസ്? എന്ത് വ്യത്യാസമാണ് ആ നമ്മൾ പഠിച്ച പാറ്റേൺ ഇതൊക്കെ തമ്മിലുള്ളത്? റൈറ്റ് അബൌട്ട് ദ സെന്റൻസ് SVO പാറ്റേൺ അല്ലെ. SVO പാറ്റേൺ ആണ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. സബ്ജക്റ്റ്, വെർബ് പ്ലസ് ഒബ്ജക്റ്റ് അല്ലെ. ഇത് വിട്ടിട്ടുള്ള ഒരു കളിയില്ല മക്കളെ. ഇതാണ് നമ്മുടെ മെയിൻ പാറ്റേൺ എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് നോക്കാം. There stands in do this job അല്ലെ. എങ്ങനെയാണ് പോകുന്നത്? ഇപ്പൊ സബ്ജക്റ്റും വെർബും ഒബ്ജക്റ്റും ആയിട്ട് വന്നില്ലേ? വന്നിട്ടുണ്ട് അല്ലെ. അടുത്തത് they placed notices in the press all over the United States. Then they have made some films in Bombay and Madras. അല്ലെ. The tiger could petrify Gooby and Baga. അല്ലെ. ഇപ്പൊ ഇതാണ് സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ആ ഒരു പാറ്റേണിലോട്ട് ആ സെന്റൻസുകളെ മാറ്റി എഴുതി. ഓക്കെ, ക്ലിയർ? അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഗ്രാമർ പാർട്ട് വരുന്നത്. സബ്ജക്റ്റും വെർബും ഒബ്ജക്റ്റും സെന്റൻസ് മേക്കിംഗ് ഒക്കെയാണ് ഇപ്പൊ വന്നിട്ടുള്ളത്. അപ്പൊ സെന്റൻസ് മേക്കിങ്ങും മോഡൽ ഓക്സിലറിയും WH ക്വസ്റ്റ്യൻസും SOR ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഈ ഒരു പാർട്ടിൽ ഗ്രാമർ പാർട്ട് വരുന്നത്. എല്ലാ ഗ്രാമർ പാർട്ടും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഗ്രാമർ പാർട്ടാണ്. ഒരുപാടൊന്നും നമുക്ക് കാണാതെ പഠിക്കാനില്ല. ഓക്കെ, സോ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. അടുത്തൊരു ചാപ്റ്ററുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.